ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കറണ്ട് കമ്പോണൻസിനെ ബിജെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു PNP ട്രാൻസിസ്റ്ററാണ് ആൻഡ് വി ആർ ഗോയിങ് ടു ബയസ് ഇറ്റ് ഇൻ ദി ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിൽ നമുക്കറിയാം എമിറ്റർ ഇസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ദ കളക്ടർ ജംഗ്ഷൻ ഇസ് റിവേഴ്സ് ബയസ്ഡ്. അപ്പം ഫോർ ഈസി അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ വൺ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ജംഗ്ഷനാണ് എടുക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ ഫോർവേഡ് ബയസ് ആണെങ്കിൽ നമുക്കറിയാം this is how it will look. Okay, ഇനി ഈ ഒരു PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ദ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ മെജോറിറ്റി കാരിയേഴ്സ് ആർ മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ മെജോറിറ്റി കാരിയർ എടുക്കാം. P റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് ആർ ഹോൾസ്. ഓക്കെ, ആ ഹോൾസ് നമുക്കറിയാം ബേസ് ഇസ് നെഗറ്റീവ്ലി ബയസ്ഡ് അല്ലേ. അപ്പം ഈ ഹോൾസ് വിൽ ടെൻ ടു മൂവ് ടുവേർഡ്സ് ദ ബേസ്. അപ്പോൾ അവരിങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതേ ഡയറക്ഷനിലായിരിക്കും ഹോൾ കറണ്ട്. അപ്പം നമുക്ക് ഹോൾ കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതിനെ ഞാൻ IPE എന്ന് കൊടുക്കാൻ പോവാം. P ഡ്യൂ ടു P റീജിയനിലെ അല്ലെങ്കിൽ ഹോൾസ് കാരണം, E എന്ന് വെച്ചാൽ എമിറ്റർ. നെക്സ്റ്റ് N റീജിയനിലെ മെജോറിറ്റി കാരിയർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഇലക്ട്രോൺസ് അല്ലേ. ഈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിലോട്ടായിരിക്കും അട്രാക്റ്റ് ആവുക. അപ്പം എമിറ്റർ ഇസ് പോസിറ്റീവ്ലി ബയസ്ഡ്. അപ്പം ദേ വിൽ ടെൻ ടു മൂവ് ടുവേർഡ്സ് ദി എമിറ്റർ. ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺ വിൽ ബി ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതിനെ ഞാൻ INE എന്ന് കൊടുക്കാൻ പോകാം. ഓക്കെ, നൗ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ടിനെ ഇഗ്നോർ ചെയ്തിട്ട് വിൽ കൺസിഡർ ദ റിവേഴ്സ് ബയസ് റീജിയൻ. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി ഈ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ദ പ്രോസസ് ഓഫ് ഡ്രിഫ്റ്റ് ഒക്കേഴ്സ്. അപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് us കൺസിഡർ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പം ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് വെച്ചാൽ ഹോൾസ് അല്ലേ. ഹോൾസ് പോസിറ്റീവ് സൈഡിനകത്തോട്ട് നെഗറ്റീവ് സൈഡിനകത്തോട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പം കളക്ടർ ഇസ് നെഗറ്റീവ്ലി ബയസ്ഡ്. അപ്പോൾ ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഹോൾ കറണ്ട് ഇസ് ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇതിനെ IPC എന്ന് കൊടുക്കും. ആൻഡ് ബിക്കോസ് ഇറ്റ് ഇസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ഒരു നോട്ടും കൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് P റീജിയനിൽ വിച്ച് ഇസ് ഇലക്ട്രോൺസ് വിൽ മൂവ് ടുവേർഡ്സ് പോസിറ്റീവ്. അപ്പം ഈ ഒരു ബൈസിങ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ബേസ് ഇസ് പോസിറ്റീവ്ലി ബയസ്ഡ്. അപ്പോൾ ഇത് പോസിറ്റീവിനകത്തോട്ടായിരിക്കും പോവുക. അപ്പം ആസ് ഇലക്ട്രോൺസ് ആർ മൂവിങ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ, കറണ്ട് ഇസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് ഇങ്ങനെ വിച്ച് ഇസ് INCO. ഓക്കെ, ഈ രണ്ട് മൈനോറിറ്റി കാരിയർ കറൻസും കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇസ് ICO അല്ലെങ്കിൽ ICBO, വിച്ച് ഇസ് കളക്ടറും ബേസും തമ്മിലുള്ള ജംഗ്ഷനിൽ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്ന കറണ്ട്. ഇനി നൗ വി ആർ ഗോയിങ് ടു കൺസിഡർ ബോത്ത് ഓഫ് ദം ടുഗെദർ. ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി പ്രസൻറ്റ് ആണെങ്കിൽ എന്താണ് ഒരു അഡീഷൻ ഉണ്ടാവുക? അഡീഷണൽ ചേഞ്ചസ്, ഈ ഒരു ഹോൾസ് ഉണ്ടല്ലോ, ഹോൾസ് ഗെറ്റ് അട്രാക്റ്റഡ് ടു നെഗറ്റീവ് പ്ലേറ്റ്. പക്ഷേ ഈ ഒരു ബൈസിങ് കൂടി ഉള്ളപ്പം ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസ് ക്യാൻ ഓൾസോ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. കാരണം ഹോൾസ് ഈ റീജിയനിലെ ഹോൾസ് എന്ന് വെച്ചാൽ മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഈ റിവേഴ്സ് ബയസിൽ കൂടെയും അവർക്ക് പാസ് ചെയ്യാം. ഈ റീജിയനിൽ ഈ ഹോൾസ് മെജോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഇവിടെ കൂടെയും പാസ് ചെയ്യാം. അപ്പോൾ ദേ വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് നെഗറ്റീവ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പം ഈ ഒരു കറണ്ടിനെ പറയുന്നത് IPC എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ IPE എന്ന് പറഞ്ഞ സാധനം രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ആയത്. വൺ ഇസ് IPC, ദ പാർട്ട് വിച്ച് റീച്ചസ് ദ കളക്ടർ റീജിയൻ, ആൻഡ് ദി അതർ പാർട്ട് ദാറ്റ് ഗോസ് ടു ദ ബേസ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് രണ്ടും കമ്പയർ ചെയ്താൽ കളക്ടർ ഇസ് ബയസ്ഡ് മോർ നെഗറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു ബേസ്. ഓക്കെ, അത് കാരണം മോർ ഹോൾസ് ഇങ്ങോട്ടായിരിക്കും പോവുക. അപ്പോൾ ഈ കറണ്ടാണ് മേജർ. ദിസ് കറണ്ട് ഇസ് ആക്ച്വലി വെരി സ്മോൾ. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് വിൽ റെപ്രസെൻറ്റ് ദ സെയിം തിങ് ഇൻ എ നോഡ് ഡയഗ്രാം. ഇപ്പം BJT ഒരു നോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം എമിറ്ററിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ബോത്ത് ഓഫ് ദം ഇസ് ഇൻ ദിസ് ഡയറക്ഷൻ. അതിനെയാണ് ഞാൻ IE എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുക.
അപ്പം IE ഉണ്ട് അകത്തോട്ട് വരുന്നത്. ഇനി കളക്ടറിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ബോത്ത് ടുവേർഡ്സ് റൈറ്റ്. ഇത് IC, അതിനെയാണ് ഞാൻ IC എന്ന് പറയാം. ഇനി ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടും കറണ്ടുണ്ട് അങ്ങോട്ടും കറണ്ടുണ്ട്. പക്ഷേ പിന്നെ ദിസ് ഇസ് ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ദിസ് ഇസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പം മെജോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള കറണ്ട് ആയിരിക്കും ഡോമിനൻറ്റ്. അപ്പോൾ അത് കാരണമാണ് IB ഈ ഡയറക്ഷനിൽ IB. അപ്പോൾ ഇത് നമുക്ക് പറയാം IE ഈസ് IC പ്ലസ് IB. ഇനി ഇതേപോലെ തന്നെ ഇഫ് ഐ ഹാഡ് ടേക്കൺ ഒരു NPN ട്രാൻസിസ്റ്റർ, നമുക്ക് ഇതേപോലെ അനലൈസ് ചെയ്താൽ നമുക്ക് ഓൾ ഡയറക്ഷൻസ് റിവേഴ്സ്ഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു നോട്ട് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും IE, IC ആൻഡ് IB. സ്റ്റിൽ IE ഈസ് ഈക്വൽ ടു IC പ്ലസ് IB. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് കുറച്ച് ടേംസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് എമിറ്റർ ഇഞ്ചക്ഷൻ എഫിഷ്യൻസി. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗാമ സ്റ്റാർ എന്നാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ എമിറ്റർ എന്ന് വെച്ചാൽ എന്തുവാ, ക്യാരിയേഴ്സിനെ ഇഞ്ചെക്റ്റ് ചെയ്യുക. അപ്പം എമിറ്റർ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ക്യാരിയേഴ്സ് കാരണം എത്ര കറണ്ട് ഉണ്ടാവുന്നു, ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടോട്ടൽ എമിറ്റർ കറണ്ട്. അതായത് ഇവിടെ ഇഞ്ചെക്റ്റ് ആവുന്നത് ഹോൾസാണ്, അപ്പോൾ അത് കാരണമുള്ള കറണ്ട് ഇസ് IPE. ടോട്ടൽ എമിറ്റർ കറണ്ട് ഇസ് IE. അല്ലെങ്കിൽ നമുക്കതിനെ വേണമെങ്കിൽ IPE ബൈ ടോട്ടൽ IE എന്ന് വെച്ചാൽ IPE പ്ലസ് INE ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ബീറ്റ സ്റ്റാർ വിച്ച് ഇസ് ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ. അതായത് ബേസിനകത്തോട്ട് ഇഞ്ചെക്റ്റ് ആവുന്ന ക്യാരിയേഴ്സിൽ എത്ര ക്യാരിയേഴ്സിനെ കളക്ടറിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു, ആ ഒരു ക്വാണ്ടിറ്റിയാണ്. വിച്ച് ഇസ് കളക്ടറിലെത്തിയ കറണ്ട് IPC ബൈ എമിറ്ററിൽ നിന്ന് ഇഞ്ചെക്റ്റ് ആയ കറണ്ട് IPE. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ആൽഫ വിച്ച് ഇസ് ലാർജ് സിഗ്നൽ കറണ്ട് ഗെയിൻ. ഓക്കെ, അതെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. അതായത് എത്ര ഗെയിൻ ഫാക്ടർ ഉണ്ടാവുന്നു, അങ്ങനെ IC ബൈ IE. എമിറ്ററിൽ നിന്ന് ഇഞ്ചെക്റ്റ് ആയ കറണ്ടിന് എത്ര ടൈംസ് ആണ് കളക്ടർ കറണ്ട്, അങ്ങനെ. ഇനി ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഗാമയ്ക്കും ബീറ്റയ്ക്കും ഒരു സ്റ്റാർ ഉണ്ട്, വൈൽ ആൽഫ ഡസ് നോട്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു ആൽഫ ബീറ്റ ഗാമ ഉണ്ട് വിച്ച് ആർ ദ കറണ്ട് ഗെയിൻസ്. ആൽഫ വിച്ച് ഇസ് ഫോർ കറണ്ട് ഗെയിൻ ഇൻ CB കോൺഫിഗറേഷൻ, ബീറ്റ വിച്ച് ഇസ് കറണ്ട് ഗെയിൻ ഇൻ CE കോൺഫിഗറേഷൻ ആൻഡ് ഗാമ ഇൻ CC കോൺഫിഗറേഷൻ. അപ്പം ആ ഗാമയും ബീറ്റയും ഇസ് നോട്ട് ദ സെയിം ആസ് ഗാമ സ്റ്റാർ ആൻഡ് ബീറ്റ സ്റ്റാർ. അതുകൊണ്ട് ആ ഡിഫറൻസ് കാണിക്കാനാണ് സ്റ്റാർ. പക്ഷേ ആ ആൽഫയും ഈ ആൽഫയും സെയിം ആണ്. ഇനി ഇതേപോലെ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടേംസ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഗാമ സ്റ്റാർ ഇൻറ്റു ബീറ്റ സ്റ്റാർ ആണ്.